നമസ്കാരം, ജന്മഭൂമിയിലേക്ക് സ്വാഗതം. ഒമാനിലെ പ്രവാസികളുടെ ചരിത്രമുറങ്ങുന്ന രേഖകൾ ഡിജിറ്റൈസ് ചെയ്യുകയും ആർക്കൈവ് ചെയ്യുന്നതിനുമുള്ള ആദ്യ വിദേശ പദ്ധതി വിജയകരമായി പൂർത്തിയാക്കി നാഷണൽ ആർക്കൈവ്സ് ഓഫ് ഇന്ത്യ. ഒമാനിലെ പഴയ ഇന്ത്യൻ വ്യാപാരി കുടുംബങ്ങളുടെ ചരിത്രവും അവരുടെ ചരിത്ര രേഖകളും നാഷണൽ ആർക്കൈവ്സ് ഓഫ് ഇന്ത്യ വിജയകരമായി രേഖപ്പെടുത്തി കഴിഞ്ഞു. പഴയ ഇന്ത്യൻ വ്യാപാരി കുടുംബങ്ങളുടെ സ്വകാര്യ ശേഖരത്തിൽ നിന്ന് ഇംഗ്ലീഷ്, അറബിക്, ഗുജറാത്തി, ഹിന്ദി ഭാഷകളിലായി 7000-ലധികം രേഖകൾ ഈ പദ്ധതിക്ക് കീഴിൽ സ്കാൻ ചെയ്ത് ഡിജിറ്റൈസ് ചെയ്തു. ഏറ്റവും പഴയ ഡിജിറ്റൈസ്ഡ് രേഖ 1838 മുതലുള്ളതാണ്. എന്നാൽ ഭൂരിഭാഗവും 19-ാം നൂറ്റാണ്ടിന്റെ അവസാനത്തിലും 20-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിലും ഉള്ളതാണെന്ന് ഒമാനിലെ ഇന്ത്യൻ എംബസി പറഞ്ഞു. നാഷണൽ ആർക്കൈവ്സ് ഓഫ് ഇന്ത്യ മസ്കറ്റിലെ ഇന്ത്യൻ എംബസിയുമായി സഹകരിച്ച് ദ ഒമാൻ ശേഖരം, ഒമാനിലെ ഇന്ത്യൻ കമ്മ്യൂണിറ്റിയുടെ ആർക്കൈവൽ ഹെറിറ്റേജ് എന്ന പദ്ധതി നടപ്പിലാക്കിയത്. ചരിത്ര രേഖകളുടെ ഡിജിറ്റലൈസേഷനു പുറമെ ഇന്ത്യൻ കമ്മ്യൂണിറ്റിയിലെ മുതിർന്ന അംഗങ്ങളുടെ അഭിമുഖത്തിലൂടെയുള്ള ചിത്രങ്ങൾ രേഖപ്പെടുത്തുന്നതിനും പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇത് NAIയുടെ ആദ്യത്തെ അഭിമുഖത്തിലൂടെയുള്ള എടുത്ത ചരിത്ര പദ്ധതിയാണ്. മെയ് 19 മുതൽ 27 വരെ മസ്കറ്റിലെ ഇന്ത്യൻ എംബസി പരിസരത്ത് പ്രത്യേക ഡിജിറ്റലൈസേഷനും അഭിമുഖ ചരിത്ര പദ്ധതിയും നടത്തി. 250 വർഷത്തെ ഒമാനിൽ നിരവധി തലമുറകൾ നിലനിൽക്കുന്ന ഇന്ത്യയിലെ ഗുജറാത്ത് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള 32 പ്രമുഖ ഇന്ത്യൻ കുടുംബങ്ങളുടെ ആവേശകരമായ പങ്കാളിത്തം ഇതിൽ കാണാൻ കഴിയുമെന്ന് എംബസിയുടെ പ്രസ്താവനയിൽ പറയുന്നു. വ്യക്തിഗത ഡയറികൾ, അക്കൗണ്ട് ബുക്കുകൾ, ടെലിഗ്രാമുകൾ, വ്യാപാര ഇൻവോയ്സുകൾ, പാസ്പോർട്ടുകൾ, ഉദ്ധരണികൾ, കത്തുകളും കത്തിടപാടുകളും ഒമാനിലെ സുൽത്താനേറ്റിലെ ഇന്ത്യൻ സമൂഹത്തിന്റെ ജീവിതത്തിലേക്കും സംഭാവനകളിലേക്കും ആകർഷകമായ വെളിച്ചം വീശുന്ന ഫോട്ടോഗ്രാഫുകൾ തുടങ്ങിയവ ഡിജിറ്റലൈസ് ചെയ്ത് വൈവിധ്യമാർന്ന രേഖകളിൽ ഉൾപ്പെടുത്തുന്നു. ഒമാനിലെ ഇന്ത്യൻ കമ്മ്യൂണിറ്റിയുടെ സാംസ്കാരിക സമ്പ്രദായങ്ങൾ, സാമൂഹിക പ്രവർത്തനങ്ങൾ, വ്യാപാരം, വാണിജ്യം, ഒമാനി സമൂഹത്തിലേക്കുള്ള അവരുടെ സംഭാവനകൾ, സംയോജനം, വിദേശത്തുള്ള ഇന്ത്യൻ പാരമ്പര്യങ്ങളുടെ സംരക്ഷണം എന്നിവ ഉൾപ്പെടെയുള്ള ചരിത്രത്തിന്റെ ഉജ്ജ്വലമായ വിവരണം ഈ രേഖകൾ ഉൾക്കൊള്ളിക്കുന്നുണ്ട് എന്നും പ്രസ്താവനയിൽ പറയുന്നു. പ്രവാസികളുടെ രേഖകൾ ഡിജിറ്റൈസ് ചെയ്യുന്നതിനും ആർക്കൈവ് ചെയ്യുന്നതിനുമുള്ള NAIയുടെ ആദ്യ വിദേശ പദ്ധതിയാണിതെന്നും ഉദ്യോഗസ്ഥൻ പറഞ്ഞു. വിദേശത്തുള്ള ഇന്ത്യൻ സമൂഹത്തിന്റെ ചരിത്രവും പൈതൃകവും സംരക്ഷിക്കുന്നതിനുള്ള സുപ്രധാന ചുവടുവെപ്പ് അടയാളപ്പെടുത്തുന്നതായിരുന്നു എന്നും ഉദ്യോഗസ്ഥൻ അറിയിച്ചു. ഏകദേശം 7 ലക്ഷം ഇന്ത്യക്കാർ താമസിക്കുന്ന സ്ഥലമാണ് ഒമാൻ. ഇന്ത്യയും ഒമാൻ സുൽത്താനേറ്റും 5000 വർഷം പഴക്കമുള്ള ചരിത്രപരവും സാംസ്കാരികപരവുമായ ബന്ധങ്ങളുടെ സമ്പന്നമായ ഒരു ശേഖരം പങ്കിടുന്നുണ്ട്. പ്രധാനമായും സൂറത്ത്, ഗുജറാത്തിന്റെ മറ്റു ഭാഗങ്ങൾ എന്നിവിടങ്ങളിൽ നിന്നുള്ള നിരവധി വ്യാപാരി കുടുംബങ്ങൾ 18-ാം നൂറ്റാണ്ടിന്റെ അവസാനം മുതൽ സൂർ, മുത്ര, മസ്കറ്റ് എന്നിവിടങ്ങളിൽ താമസിക്കുന്നു. അവർ ഒമാനി സമൂഹത്തിന്റെ അവിഭാജ്യ ഘടകമാണ്. പലരും ഒമാനി പൗരന്മാരായി മാറിയിരിക്കുന്നു. മാത്രമല്ല അവരുടെ മാതൃരാജ്യമായ ഇന്ത്യയുമായി ശക്തമായ ബന്ധം നിലനിർത്തുകയും ചെയ്യുന്നുവെന്നും അത് കൂട്ടിച്ചേർത്തു. ആർക്കൈവ് ചെയ്തത് NAIയുടെ ഡിജിറ്റൽ പോർട്ടലായ അഭിലേഖ് പഥലിൽ ഡിജിറ്റലൈസ് ചെയ്ത് ശേഖരങ്ങൾ അപ്ലോഡ് ചെയ്യുകയും ഈ രേഖകൾ ഗവേഷകർക്കും പൊതുജനങ്ങൾക്കും ലഭ്യമാകുകയും ചെയ്യും. ഇതാദ്യമായാണ് ഞങ്ങൾ വിദേശത്തു നിന്ന് പ്രവാസി രേഖകളുടെ സ്വകാര്യ ആർക്കൈവുകൾ ശേഖരിച്ച് ഡിജിറ്റലൈസ് ചെയ്യുന്നത്. ഇത് NAIയുടെ ചരിത്രപരമായ ഒരു നാഴികക്കല്ലും വൈവിധ്യമാർന്ന വിദേശ ഇന്ത്യൻ സമൂഹത്തിന്റെ സമ്പന്നമായ പൈതൃകവും വിവരണങ്ങളും സംരക്ഷിക്കുന്നതിനുള്ള സുപ്രധാന ചുവടുവെപ്പും അടയാളപ്പെടുത്തലുമാണെന്ന് NAI ഡയറക്ടർ ജനറൽ അരുൺ സിംഗാൾ പറഞ്ഞു. ലോകമെമ്പാടുമുള്ള ഇന്ത്യൻ പ്രവാസികളുമായി ബന്ധം ശക്തിപ്പെടുത്തുന്നതിനുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദിജിയുടെ കാഴ്ചപ്പാടുമായി ഈ പദ്ധതി യോജിക്കുന്നു. ഒമാനിലെ ഇന്ത്യൻ സമൂഹത്തിന്റെ ചരിത്രം രേഖപ്പെടുത്തുകയും സംരക്ഷിക്കുകയും ചെയ്യുന്നതിലൂടെ ഞങ്ങൾ പങ്കിട്ട പാരമ്പര്യത്തിന്റെ ഒരു സുപ്രധാന ഭാഗം പുനരുജ്ജീവിപ്പിക്കുകയും നമ്മുടെ പ്രവാസികളുമായി ആഴത്തിലുള്ള ഇടപഴകൽ വളർത്തുകയും ചെയ്യുന്നുവെന്നും ഒമാനിലെ ഇന്ത്യൻ അംബാസിഡർ അമിത് നാഗരംഗ് അഭിപ്രായപ്പെട്ടു.